ഫോർ ദ ഡേ. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കണമെങ്കിൽ, നല്ല ഭംഗിയായിട്ട് സംസാരിക്കണമെങ്കിൽ കുറേ വാക്കുകൾ അറിഞ്ഞിരിക്കണം. പുതിയ പുതിയ വാക്കുകൾ പഠിക്കാനായിട്ട് ലിസൺ ചെയ്യണം, റീഡ് ചെയ്യണം, സിനിമകൾ കാണണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ പുതിയ വാക്കുകൾ നമ്മൾ പഠിച്ചതിന് ശേഷം ഇതിൻ്റെ അർത്ഥം നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? നമ്മളിപ്പോൾ ഉദാഹരണത്തിന് കേക്ക് വാക്ക് എന്നുള്ളൊരു വാക്ക് കണ്ടു, ഒരു ഫ്രേസ് കണ്ടു, കേക്ക് വാക്ക്. ഇതെന്താ അർത്ഥം നമുക്ക് കേക്ക് മനസ്സിലാവത്തില്ല. എന്തോ കേക്ക് വാക്ക്? ഹീ സെഡ് ദാറ്റ് ഇറ്റ് വാസ് എ കേക്ക് വാക്ക്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ മനസ്സിലാവുന്നില്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നേരെ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലോട്ട് പോകും. അപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എന്ത് ചെയ്യും? കേക്ക് വാക്ക് എന്ന് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് അവർ തരാൻ പോകുന്ന അർത്ഥം എന്ന് പറയുന്നത് കേക്ക് നടത്തം എന്നാണ്. കേക്ക് നടത്തം, അതാണോ അതിൻ്റെ അർത്ഥം? അല്ല. സോ കേക്ക് വാക്ക് എന്ന് വെച്ചാൽ അർത്ഥം വെരി ഈസി എന്നാണ് അല്ലേ? വെരി ഈസി. സോ ഏറ്റവും നല്ലത് നമ്മൾ നല്ലൊരു ഡിക്ഷണറിയിൽ പോയിട്ട് നല്ലൊരു ഡിക്ഷണറി റെഫർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കേംബ്രിഡ്ജിൻ്റെതോ അല്ലെങ്കിൽ ഓക്സ്ഫോർഡിൻ്റെതോ നല്ലൊരു ഡിക്ഷണറി, അത് ഓൺലൈൻ ആയാലും കുഴപ്പമില്ല, അതിൽ നോക്കുക, മീനിങ് വായിച്ച് മനസ്സിലാക്കുക. ഇതേപോലെ തന്നെയാണ് ഞാൻ കൗച്ച് പൊട്ടേറ്റോൻ്റെ മീനിങ് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ നോക്കിയപ്പോഴും എന്താ കൗച്ചിൽ ഉരുളക്കിഴങ്ങെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഭയങ്കര ലേസി ആയിട്ട് എപ്പോഴും ടി വി കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും കിടന്ന് എവിടെയെങ്കിലും കിടന്ന് റീൽസൊക്കെ കാണുന്ന ആൾക്കാരെയാണ് നമ്മൾ കൗച്ച് പൊട്ടേറ്റോ എന്ന് വിളിക്കുന്നത്. സോ ഇങ്ങനത്തെ ഫ്രേസസ് കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലോട്ട് പോകരുത്. നിങ്ങൾക്ക് തെറ്റായിട്ടുള്ള മീനിങ് മാത്രമേ കിട്ടുള്ളൂ. പകരം എന്ത് ചെയ്യുക? നല്ല വാലിഡ് ആയിട്ടുള്ള ഡിക്ഷണറി നോക്കുക, അതിൽ ഇംഗ്ലീഷ് അർത്ഥം വായിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് അത് യൂസ് ചെയ്യുക. താങ്ക് യു. English Mitra. Stop worrying, start learning.